കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കുരുമുളകൊക്കെ ഇട്ട് പച്ച മസാലയിൽ നമുക്കൊരു അടിപൊളി മത്തി ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ മിക്സഡ് ജാറെടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, 2-3 അല്ലി ചെറിയുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വേണ്ടത് മല്ലിയില, കൂടെ തന്നെ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി വേണം കേട്ടോ. എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. അരച്ചെടുത്തുകൊണ്ട് വന്ന മസാല നമ്മൾ കഴുകി ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തി, അയില ഇതിൽ ഏത് മീൻ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഏത് മീനിലും ചെയ്തെടുക്കുക, പക്ഷേ മത്തിയിലും അയിലയിലും ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂറെങ്കിലും വെക്കണം, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം ഇതുപോലെ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മത്തി ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എന്നിട്ട് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ, പക്ഷേ മസാലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഒരുപാട് അങ്ങ് മൊരിയിച്ചെടുക്കരുത്. അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇപ്പം മത്തിയും അയിലൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സീസണും കൂടിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.